കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിലെ ബാനർ വിവാദം പുനലൂരിൽ CPM-CPI ബന്ധത്തെ ബാധിക്കുന്നു. PS സുബാൽ MLA-ക്കെതിരായ SFIയുടെ ബാനറിന് ബദലായി AISF പ്രവർത്തകർ നടത്തിയ പ്രകടനത്തിൽ കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാനെതിരെ ബാനർ ഉയർത്തി. വിഷയം യുവജന സംഘടനകൾ കൂടി ഏറ്റെടുത്തതോടെ പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പുനലൂർ SN കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട SFI AISF തർക്കമാണ് മുന്നണി ബന്ധത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറുന്നത്. CPI നേതാവായ PS സുബാൽ MLA-ക്കെതിരെ മുദ്രാവാക്യമെഴുതിയ ബാനറുമായി SFIയും CPM നേതാവും കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാനുമായ SJ മോഹനെതിരായ മുദ്രാവാക്യമെഴുതിയ ബാനറുമായി AISFും നഗരത്തിൽ പ്രകടനം നടത്തി. ഇരുവിഭാഗങ്ങളുടെയും യുദ്ധം സാമൂഹിക മാധ്യമങ്ങളിലും എത്തിയിട്ടുണ്ട്. CPM-ഉം CPI-യും വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടിട്ടില്ലെങ്കിലും അതൃപ്തിയും അമർഷവും പരസ്പരം അറിയിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കവെയാണ് ഈ അസ്വാരസ്യം. ഇത് മുന്നണിയെ എങ്ങനെ ബാധിക്കും എന്നതാണ് ഇപ്പോൾ ആശങ്ക ഉയർത്തുന്നത്. നിങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരെ ചീത്ത വിളിച്ചതുകൊണ്ടും തെരുവിൽ അധിക്ഷേപിച്ചതുകൊണ്ടും ഞങ്ങളെ ഉയർത്തുന്ന പ്രതിഷേധങ്ങൾ CPI-യുടെ ജില്ലാ സെക്രട്ടറി ആയാൽ ആ പണിയെടുക്കണം, MLA ആയാൽ MLA-യുടെ പണിയെടുക്കണം. കോളേജ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് AISF-ന് മണ്ഡലം സെക്രട്ടറിയുടെ കുറവുണ്ടെങ്കിൽ മണ്ഡലം സെക്രട്ടറിയെ ചുമതല ഏൽപ്പിക്കണം. അതിന്റെ ഉത്തരവാദിത്തം CPI-യുടെ ജില്ലാ സെക്രട്ടറി ഏറ്റെടുക്കേണ്ടതില്ല. അങ്ങനെ ഏറ്റെടുത്താൽ അതേ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഇവിടെ ഞങ്ങൾ കുറച്ചുപേർ ഈ പുനലൂരിലുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സുബാല് നിക്കറിട്ട് നടക്കുന്ന കാലത്ത് SFIയുടെ നേതാവായിരുന്നു സഹോദരൻ. അങ്ങനെ ഒന്നും ഈ പുനലൂരിൽ CPM-നേക്കാൾ അല്ലെങ്കിൽ SFI-യേക്കാൾ അല്ലെങ്കിൽ DYF-യേക്കാൾ വലിയ സംവിധാനമൊന്നും ഇവിടെ ഒരു MLA-ക്കും ഇവിടെ ഒരു സുബാലിനും ഇവിടെ ഒരു CPI-ക്ക് ഇവിടെ ഒരു AISF-നും ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഒന്ന് വെല്ലുവിളിച്ചിട്ട് ഇവിടെ ഒരുത്തന് നേരെ നടക്കാമെന്ന് വിചാരിക്കണ്ട. അമ്മാതിരി ആ വെല്ലുവിളിയൊക്കെ കൈവച്ചിരുന്നാൽ മതി. ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് മുന്നണി മര്യാദയൊക്കെ പാലിക്കണമെന്ന് അവന്മാർ പറയുന്നത്. എന്തോ മുന്നണി മര്യാദ? അവർക്കില്ലാത്ത ഒരു മുന്നണി മര്യാദയും ഞങ്ങൾക്കില്ല. ഒരു മുന്നണി മര്യാദയും പാലിക്കുകയില്ല. ഇങ്ങനെ ഭീഷണിപ്പെടുത്തി ഇങ്ങനെ വിദ്യാർത്ഥികളെ ആക്രമിച്ച് നേരിട്ട് കൈകാര്യം ചെയ്യാനുള്ള ആ സുബാലിന്റെ തറവേലയുണ്ടല്ലോ, സുബാൽ AISF-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയത്തുള്ള തറവേല, ആ തറവേലയ്ക്ക് ഈ മണ്ണ് ഇപ്പോ ഒരു കാരണം വെച്ചാൽ ഈ പുനലൂരിന്റെ മണ്ണ് അനുവദിക്കില്ല. ഇവിടെ ഉശിരുള്ള SFI-യുടെ DYF-യുടെ സഖാക്കളുണ്ട്. അതിനൊന്നും വില വെച്ചു കൊടുക്കുന്ന മണ്ണല്ല എന്നുള്ളത് സുബാൽ മനസ്സിലായിക്കണമെന്ന് മാത്രം. 4 ദിവസം മുമ്പ് നടന്ന കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFI വിജയിച്ചതിനെ തുടർന്നാണ് പുനലൂരിൽ നാളുകളായി ഇരു സംഘടനകളും തമ്മിൽ നിലനിന്നിരുന്ന അസ്വാരസ്യം കൂടുതൽ വഷളായത്. AISF-ൽ നിന്ന് യൂണിയൻ SFI പിടിച്ചെടുക്കുകയായിരുന്നു. വിജയാഹ്ലാദത്തിന്റെ ഭാഗമായി PS സുബാൽ MLA-ക്കെതിരെ മുദ്രാവാക്യമെഴുതിയ ബാനറുമായി SFI പ്രവർത്തകർ നഗരത്തിൽ പ്രകടനം നടത്തി. ഇതോടെയാണ് പുതിയ പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. SFI സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ MLA ഇടപെട്ടെന്നാരോപിച്ചായിരുന്നു ഇത്. ഇതിന് മറുപടി എന്നോണം SJ മോഹനെതിരായ മുദ്രാവാക്യങ്ങളുമായി AISF-ഉം പ്രകടനം നടത്തുകയായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിപ്പിടിക്കുന്ന ചില മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങൾ കേരളത്തിലെമ്പാടും കാത്തുസൂക്ഷിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷത്തെ ഐക്യത്തെ ഒരു തരത്തിലും ദുർബലപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന പ്രസ്ഥാനമല്ല. അപ്പൊ ഇടതുപക്ഷത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ദോഷം ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ഓർത്തു വെച്ചുകൊള്ളണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പോറലേക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതിന് കാരണമായേക്കാവുന്ന കേരളത്തിലെ ഒരേ ഒരു സംഘടന SFI ആണ് എന്ന് നിങ്ങൾ എഴുതി വെച്ചോ. AISF-ന്റെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ഉത്തരവാദിത്തത്തോട് പറയുന്നത്. വിഷയം DYFI ഏറ്റെടുത്തു. സുബാലിനെതിരായ ബാനറുമായി ഞായറാഴ്ച SFI DYFI പ്രവർത്തകർ പ്രകടനം നടത്തി. പിന്നീട് AIYF-ഉം വിഷയം ഏറ്റെടുക്കുകയായിരുന്നു. ഇതേസമയം പ്രശ്നം കൂടുതൽ വഷളാകാതെ പരിഹരിക്കുന്നതിന് CPI-യുടെയോ CPM-ന്റെയോ നേതൃത്വം ഇനിയും നേരിട്ട് രംഗത്തെത്തിയിട്ടില്ല. പ്രശ്നം യുവജന സംഘടനകൾ ഏറ്റെടുത്തതോടെ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയും ഇരു പാർട്ടികളിലെ അണികൾക്കുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.